നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിഫ്റ്റി 50യുടെ ഇന്നത്തെ മൂവാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിൻ്റെ ലോ ടു ഹൈ നമ്മളൊന്ന് അളന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് 0.5% പോലും ഇന്ന് മൂവ് ചെയ്തിട്ടില്ല. അതായത് 100 പോയിൻറ്റ് തികച്ച് ഇതുവരെ അതിനകത്ത് മൂവ് വന്നിട്ടില്ല. സോ ദാറ്റ് നമ്മുടെ സ്റ്റോക്കുകളിലും വലിയ കാര്യമായ മൂവ് പിന്നെ പ്രത്യേകിച്ച് പ്രതീക്ഷിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. എനിവേ ഇന്ന് നമുക്ക് എന്തായാലും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്കതിലേക്കൊന്ന് പോവാം. ഇപ്പോൾ നമ്മളുടെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കുകളിലേക്ക് നമ്മൾ മൊത്തത്തിലൊന്ന് കണ്ണോടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പുതിയതായിട്ടുള്ള ആൾക്കാർക്ക് നമ്മുടെ ട്രേഡിംഗ് സ്റ്റൈൽ അറിയാൻ വേണ്ടിയിട്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. സപ്പോസ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് 231 കരുതുക, അല്ല 331 കരുതുക. ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പോയി ബൈ ചെയ്യുന്നതിലും അല്ലെങ്കിൽ സെല്ല് ചെയ്യുന്നതിലും നല്ലതാണ് നമ്മൾ പ്രീവിയസ്ലി കണ്ടെത്തി വെച്ചിട്ടുള്ള ഏതെങ്കിലും റെസിസ്റ്റൻസ് ലൈനിൽ മാത്രം സെല്ല് ചെയ്യുക, സപ്പോർട്ട് ലൈനിൽ മാത്രം ബൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ബൈ ചെയ്തത് കൊണ്ട് ഇവിടെ നിന്ന് മാർക്കറ്റ് പിന്നീട് മുകളിലേക്ക് കണ്ടിന്യൂസ് പോകണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല. ഇതിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റിന് താഴത്തേക്ക് പോകാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ മാർക്കറ്റ് ഈ ഒരു സപ്പോർട്ട് ലൈനിൽ സപ്പോർട്ട് എടുത്തതിന് ശേഷമായിരിക്കും തിരികെ വരിക. അത് നമ്മുടെ പ്രശ്നമല്ല. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലിൽ നമ്മൾ ബൈ ചെയ്യാറാണ് പതിവ്. അതേപോലെ തന്നെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ലെവലിൽ നമ്മൾ സെല്ല് ചെയ്യാറാണ് പതിവ്. ഇവിടെ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് 1:2 എവിടെയാണോ അവിടെ വരെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ബൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഓപ്പൺ ചെയ്താൽ താഴത്ത് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബൈ ചെയ്യും. ഇമ്മീഡിയറ്റ് സപ്പോർട്ടിൽ ബൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് നമ്മുടെ ടാർഗറ്റ് 1:2 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും. ഇതാണ് നമ്മൾ പതിവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വാച്ച് ലിസ്റ്റിലുള്ള 5 സ്റ്റോക്കുകളും നമ്മൾ സപ്പോർട്ടും റെസിസ്റ്റൻസും ഇന്നലത്തെ ദിവസം കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ഇന്നതെങ്ങനെ വർക്ക് ചെയ്തിരിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ആദ്യം ONGCയിൽ നിന്ന് ആരംഭിക്കാം. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു ONGC നമ്മൾ ഇനി അടുത്ത ദിവസം തൊട്ട് ട്രേഡ് ചെയ്യുന്നില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് ONGCയെ നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതിൽ നമ്മൾ ട്രേഡ് എടുത്തിട്ടില്ല. ഇവിടെ നമുക്ക് കാണാം ഓപ്പൺ ചെയ്തേക്കുന്ന ഇവിടെയാണ്. ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവൽ ഇതാണ്. സോ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എൻട്രി എടുക്കില്ല, മറിച്ച് ഈ ഒരു സപ്പോർട്ട് ലൈനിൽ നമ്മൾ എൻട്രി എടുക്കും. അങ്ങനെ എൻട്രി എടുത്താൽ നമ്മൾ പ്രത്യേകിച്ച് നോക്കാനൊന്നുമില്ല. ഇന്നതിനകത്ത് നമുക്ക് ടാർഗറ്റ് എന്തായാലും കിട്ടിയിട്ടില്ല. സോ നമുക്ക് താഴത്തേക്ക് ഇത് 0.5% കൂടുതൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും. ഇത് ഓൾറെഡി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരെണ്ണം ലോസാണ്. വിപ്രോയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, വിപ്രോയിൽ ഫസ്റ്റ് ക്യാൻഡിൽ ഇവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം താഴത്തേക്ക് വന്ന് നമ്മളുടെ സപ്പോർട്ട് ലെവലിൽ ഹിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ബൈ എടുക്കാം. ഇവിടെ നിന്ന് ബൈ എടുത്തു കഴിഞ്ഞാൽ മുകളിലത്തെ ടാർഗറ്റിലേക്ക് ഈ റെസിസ്റ്റൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 1:2 എബോ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ട്രേഡിൽ പ്രോഫിറ്റ് കിട്ടും. ഇനി ഒരാൾ ഇവിടെ എൻട്രി എടുത്തിരുന്നില്ല, അയാൾ പോയിട്ട് റെസിസ്റ്റൻസിൽ സെല്ലാണ് ചെയ്യുന്നതെങ്കിൽ അയാൾക്കും ഇവിടെ 1:3 വരെയുള്ള ടാർഗറ്റ് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വിപ്രോയിൽ എന്തായാലും ഏത് സൈഡിലേക്ക് ബൈ ചെയ്താലും സെല്ല് ചെയ്താലും പ്രോഫിറ്റ് കിട്ടും. ഇനി ഉള്ളത് പവർ ഗ്രിഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ക്യാൻഡിൽ കാണാം, തൊട്ടടുത്ത് ഓപ്പൺ ചെയ്തു താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു. നല്ലൊരു ബ്രേക്ക് താഴത്തേക്ക് തന്നതിന് ശേഷം വീണ്ടും തിരിച്ച് മുകളിൽ വരുമ്പോൾ നമ്മൾ എന്തായാലും ഇവിടുന്ന് സെല്ലായിരിക്കും ചെയ്യുന്നത്. കാരണം ഇത് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് തൊട്ടടുത്തുള്ളതായത് കൊണ്ടിട്ട് ഇവിടെ നമ്മൾ ബൈ ചെയ്യാത്തത്. നല്ലൊരു മൂവ് താഴത്തേക്ക് തന്നപ്പോൾ നമുക്ക് ഉറപ്പായി ഇതെന്തായാലും താഴത്തേക്ക് തന്നെ പോകാനുള്ളതാണ്. സോ ദാറ്റ് നമ്മൾ ഇവിടുന്ന് സെല്ല് ചെയ്യും. ഇവിടുന്ന് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കാണാം 0.5% സ്റ്റോപ്പ് ലോസിലേക്ക് അത് പോയിട്ടില്ല, മറിച്ച് ഇത് താഴത്തേക്ക് നല്ലപോലെ മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഈ കാണുന്നത് പോലെ ഇവിടെ നിന്ന് സെല്ല് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 1:2 എബോ അത് നല്ല രീതിയിൽ മൂവ് ചെയ്ത് 1:2 റിസ്ക് റിവാർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ NTPC നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാവുന്നത് താഴത്തേക്ക് നല്ലൊരു ബ്രേക്ക് തന്ന് അതങ്ങനെ അങ്ങ് പോകുന്ന കാഴ്ചയാണ്. നമ്മളിവിടെ ഇമ്മീഡിയറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ബൈ ചെയ്യുന്നുണ്ടാവില്ല. പിന്നെ താഴത്ത് ഇവിടെ നിന്നാണ് നമുക്ക് ബൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വീണ്ടും ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ സെല്ലാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ വീണ്ടും തിരിച്ചു വന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇന്ന് നമുക്ക് ട്രേഡ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മളിതിനകത്ത് ട്രേഡ് എടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരെണ്ണം ഇന്ന് ട്രേഡില്ല. ബാക്കി നമ്മൾ കണ്ട 3 നമുക്ക് ഒരെണ്ണത്തെ സ്റ്റോപ്പ് ലോസും 2 ടാർഗറ്റും കിട്ടി. ഇനി BPCL ആണ് നമ്മൾ ഇന്ന് ട്രേഡിന് എടുത്ത സ്റ്റോക്ക്. BPCL നിങ്ങൾക്ക് കാണാം, നമ്മൾ അതിൻ്റെ കുറച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സ്ക്രീൻഷോട്ട് എടുത്തേക്കുന്നത് 9:44 അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം താഴത്തെ സപ്പോർട്ടിൽ മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടില്ല, പകരം
മുകളിലത്തെ റെസിസ്റ്റൻസ് ഇപ്പോൾ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഹിറ്റ് ചെയ്തേക്കുന്ന സമയം നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാവുന്നതാണ് 9:25 കൂടിയാണ് ഹിറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലേക്ക്, കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിലേക്ക് നമ്മൾ എത്തുന്നത് ഏകദേശം 9:30 ശേഷമാണ്. സോ ദാറ്റ് ഇവിടെ നമുക്ക് എൻട്രി എടുക്കൽ എന്തായാലും സാധിക്കില്ലായിരുന്നു. രണ്ടാമത് ഈ ഹിറ്റ് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നിരുന്നാലും ആ സമയത്ത് നമ്മൾ എൻട്രി പോയിൻ്റ് വെച്ചിരുന്നത് കുറച്ചുകൂടെ മുകളിലായിരുന്നു. അതായത് 35 നമ്മൾ എൻട്രി പോയിൻ്റായിട്ട് വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഹിറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഹൈ കൊടുത്തിട്ടുള്ളത് 34.90. അപ്പോൾ 35 ഹിറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്കതവിടെ കിട്ടിയിട്ടില്ല. അതിന് ശേഷം നമ്മൾ ഇതിങ്ങോട്ട് ഇറക്കി വെച്ചായിരുന്നു 35 കിടന്ന് വെച്ചത്. പിന്നെ അധികം വൈകാതെ നമ്മൾ താഴത്തേക്ക് കുറച്ചും കൂടെ ഇറക്കി വെച്ചിരുന്നു. അത് നിങ്ങൾക്കിവിടെ കാണാം 34.90 നമ്മൾ ഇറക്കി വെച്ചു. അപ്പോൾ നമ്മുടെ ആ ഒരു എൻട്രി നമുക്കവിടെ കിട്ടി. 138 ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുത്തത്. അതിന് ശേഷം മാർക്കറ്റ് നല്ലൊരു ഫോള് താഴത്തേക്ക് തന്നു. നമ്മളിവിടെ ഈ അടയാളപ്പെടുത്തി വെച്ചിരുന്നത് ആ സമയത്ത് ഇത് 1:1 ആണ്. 1:2 നമുക്കിവിടെയാണ് റിസ്ക് റിവാർഡ് കിട്ടേണ്ടത്. അതായത് 331.55 കിട്ടേണ്ടത്. അപ്പോൾ അതിലേക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ ഫോളോ ചെയ്തത് ആണ് അവിടെ കാണുന്നത്. ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് വരെ വന്നതിന് ശേഷം അത് പിന്നീടും അവിടുന്ന് റിജക്റ്റായി തിരിച്ചു പോയിരുന്നു. അതായത് 5 പൈസയുടെ വ്യത്യാസം വരെ ഇവിടെ വന്നിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം 331.55 നമ്മളുടെ ടാർഗറ്റ് നമ്മൾ ഫസ്റ്റ് വെച്ചിരുന്നത്. അത് പിന്നീട് നമ്മൾ മാറ്റിയിരുന്നതുമില്ല. അപ്പോൾ ഈ ഒരു ക്യാൻഡലിൻ്റെ ലോ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് 331.60. അതായത് 5 പൈസയുടെ വ്യത്യാസത്തിൽ ഇവിടെ വന്നിട്ട് ആ ക്യാൻഡിൽ റിജക്റ്റായി പോകുന്നത് നമ്മൾ കണ്ടു. അത് ഈ ക്യാൻഡിലാണ്, 11 മണിയുടെ ക്യാൻഡിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം 11 മണി ആ ക്യാൻഡിലാണ് അത് സംഭവിച്ചിരിക്കുന്നത്. പിന്നീട് മാർക്കറ്റ് നമുക്ക് ടാർഗറ്റ് തരുന്നത് 11:50. അതായത് ഏകദേശം 1 മണിക്കൂർ വീണ്ടും വേണ്ടി വന്നു നമ്മളുടെ ടാർഗറ്റിലേക്ക് മാർക്കറ്റ് വരാൻ. ആ ക്യാൻഡിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അതിൻ്റെ ലോ കൊടുത്തേക്കുന്നത് 331.20. അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. അതിന് ശേഷം റിവേഴ്സ് വന്നു. നമ്മുടെ 1:1 മാർക്കറ്റ് വീണ്ടും വന്ന് ഹിറ്റ് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് ഇപ്പോൾ വീണ്ടും താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് വരച്ച ഈ ഒരു സപ്പോർട്ടിനും റെസിസ്റ്റൻസിനും ഉള്ളിൽ തന്നെയാണ് മാർക്കറ്റ് സ്റ്റിൽ ഇപ്പോഴും നിൽക്കുന്നത്. നമുക്ക് 1:2 റിസ്ക് റിവാർഡ് കിട്ടിയിട്ടുണ്ട്. അതായത് 462 രൂപ നമുക്ക് റിസ്ക് റിവാർഡ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് കഴിഞ്ഞ മാസത്തിൽ 48% വിൻ റേഷ്യോ കിട്ടിയിരുന്നു എങ്കിൽ പോലും 5 ദിവസം 10 പ്രോഫിറ്റ് ഡേയ്സ് ഉണ്ടായിരുന്നു. അതിൽ 5 ദിവസവും നമുക്ക് 1:2 റിസ്ക് റിവാർഡ് കിട്ടിയിട്ടില്ല. ഇതുപോലെ ബ്രേക്ക് ഈവൻ എക്സിറ്റൊക്കെ നമുക്ക് എടുത്തിട്ട് പോകേണ്ടി വന്നു. കാരണം നമ്മുടെ സ്റ്റോക്ക് 1% മൂവ് ചെയ്യുന്നില്ലായിരുന്നു. ഇതിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിന്ന് ട്രേഡിന് സെലക്ട് ചെയ്ത സ്റ്റോക്കിൻ്റെയും ടോട്ടൽ മൂവ് എന്ന് പറയുന്നത് 1.38%, 1.4% ഉള്ളൂ. അപ്പോൾ 1.5% തികച്ച് ഇതുപോലും മൂവ് ചെയ്തിട്ടില്ല. നിഫ്റ്റി 50 ഇപ്പോഴും നമുക്ക് കാണാം 0.5% മൂവേ അത് ടോട്ടൽ കൊടുത്തിട്ടുള്ളൂ. സോ മാർക്കറ്റ് വളരെയധികം കൺസോളിഡേറ്റഡ് സ്റ്റേറ്റിലാണ് ഉള്ളത്. അപ്പോൾ ഇത് എന്താ പറയണേ, ഒരു റേഞ്ച് ബൗണ്ട് താഴത്തുനിന്ന് മുകളിൽ പോയി മുകളിൽ നിന്ന് വീണ്ടും അതേ പോയിന്റിലേക്ക് താഴത്തേക്ക് വന്നു. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതല്ലാതെ മാർക്കറ്റ് ട്രെൻഡിങ് ആകുന്നില്ല. സോ ദാറ്റ് നമുക്ക് ഇത്തരം മാർക്കറ്റുകളിൽ മാർക്കറ്റ് വളരെ കുറഞ്ഞ റേഞ്ച് ഓടുന്നുള്ളൂ എങ്കിൽ, ഒരു 2% താഴെ മാത്രമാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിനുള്ളിൽ നിന്ന് നമുക്ക് 1%ൻ്റെ പ്രോഫിറ്റ് കണ്ടെത്തുക കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും നമുക്കിവിടെ ഗുണപ്പെടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു സെല്ല് നമ്മൾ എടുക്കുകയാണ്, അന്ന് നമുക്ക് പ്രോഫിറ്റ് കിട്ടുവാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അന്നത്തെ ദിവസത്തെ ആ സ്റ്റോക്കിൻ്റെ ഹയസ്റ്റ് പ്രൈസിൽ തന്നെയായിരിക്കും നമ്മുടെ സെല്ല് വരാനുള്ള സാധ്യത. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ 334.90 സെല്ല് ചെയ്തു. ഇതിൻ്റെ ഹൈ വരുന്ന 335.50. അതായത് 65 പൈസ വ്യത്യാസമേ ഉള്ളൂ നമ്മുടെ എൻട്രി പോയിൻറ്റുമായിട്ട്. അപ്പോൾ ഇത്രയും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ബൈയും സെല്ലും ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി, അല്ലെങ്കിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് ട്രേഡിംഗ്, അല്ലെങ്കിൽ റിവേഴ്സൽ ട്രേഡിംഗ് എന്നൊക്കെ ഇതിനെ വിളിക്കാം. ഇതിൻ്റെ ഗുണം അതാണ്. സോ നമുക്ക് ട്രെൻഡ് കണ്ടിന്യൂഷൻ പാറ്റേണിൽ എന്തായാലും നല്ലൊരു പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് നമുക്ക് മിസ്സായി പോകും. ഇവിടെ നമുക്കത് മിസ്സാവത്തില്ല. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ മാർക്കറ്റ് ആണെങ്കിൽ പോലും നിങ്ങൾ ചില ദിവസം കണ്ടിട്ടുണ്ടാവും ജസ്റ്റ് 1.1% മൂവ് ചെയ്തിട്ടുള്ള ദിവസം പോലും നമുക്ക് 1:2 റിസ്ക് റിവാർഡ് കിട്ടിയ ദിവസങ്ങളുണ്ട്. നമ്മുടെ 1:2 എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ടാർഗറ്റ് 1% ആണ്.
അപ്പോൾ 1.1% ഓടിയ മാർക്കറ്റിൽ നിന്ന് 1%ൻ്റെ പ്രോഫിറ്റ് നമുക്ക് കണ്ടെത്താൻ ഈ സ്ട്രാറ്റജി നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നത് മാത്രമല്ല, നമ്മുടെ വിൻ റേഷ്യോ പലപ്പോഴും ഇപ്പോൾ ഈ മാസമാണ് 48% ആണ്, കഴിഞ്ഞ മാസമാണെങ്കിൽ അത് 50% ആയിരുന്നു. ഈ രീതിയിൽ 50% അതിന് മുകളിലേക്കുള്ളൊരു വിൻ റേഷ്യോയും അത് തരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ. ഇപ്പോൾ നമ്മൾ ഇതുവരെ മൊത്തം ട്രേഡ് ചെയ്തേക്കുന്ന 48 ദിവസമാണ്. അതിനകത്ത് 26 ദിവസം ലോസും 22 ദിവസം പ്രോഫിറ്റുമാണ്. അതായത് നെറ്റ് 46% ഓൾ ഓവർ ഈ വർഷത്തിൽ നമുക്ക് വിൻ റേഷ്യോ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഓൾ ഓവർ നമ്മൾ പ്രോഫിറ്റിലാണുള്ളത്. ഒപ്പം തന്നെ ഈ മാസവും നമ്മൾ നെറ്റ് 5% പ്രോഫിറ്റുമായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ മാസം നമുക്കുണ്ടായിരുന്ന നെറ്റ് പ്രോഫിറ്റ് 6.29% ആയിരുന്നു. അപ്പോൾ ഈ മാസം ഒരു 50% നമുക്ക് വിൻ റേഷ്യോ ഇവിടെ എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു 25%ൻ്റെ ഒരു പ്രോഫിറ്റ് നമുക്ക് ഈ മാസം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നൊരു പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഈ ഒരു രീതി പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഈ ചാനലിനുള്ളിൽ നമ്മൾ പല സ്ട്രാറ്റജികൾ ടെസ്റ്റ് ചെയ്ത് ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തുടങ്ങിയ സമയത്തുള്ള ചാനലിലെ ഫസ്റ്റ് കുറച്ച് വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ എവിടെ നിന്നാണ് വരുന്നത്. അതിദാരുണമായ അവസ്ഥയിൽ നിന്ന് പടിപടിയായി നമ്മളുടെ ട്രേഡിങ്ങിൽ വന്ന മാറ്റം എന്താണ്, അതൊക്കെ കണ്ട് മനസ്സിലാക്കാൻ തുടക്കത്തിലെ വീഡിയോകൾ കൂടെ കാണുന്നത് നിങ്ങൾക്ക് കുറച്ച് നല്ല മാറ്റം ആർക്കും സാധ്യമാണെന്നുള്ളത് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഒപ്പം തന്നെ ഏതൊരാൾക്കും വിജയിക്കാൻ പറ്റാവുന്ന സിമ്പിളായ കാര്യമാണിത്. കാരണം അത്ര പതറ്റിക് സിറ്റുവേഷൻസിൽ നിന്ന് നമ്മൾ പടിപടിയായിട്ട് ഉയർന്നു വന്നത്, മാനസിക നിലയിലുണ്ടായ മാറ്റങ്ങൾ, നമ്മുടെ ട്രേഡിൻ്റെ ആക്യുറസി കൂടിയത്, നമ്മൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഓരോ ട്രേഡുകൾ കണ്ട് വരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടാകും. സോ ദാറ്റ് അതുമൊക്കെ കൂടെ കാണുന്നത് നിങ്ങൾ ഓരോരുത്തർക്കും കോൺഫിഡൻസ് കൂടാനായിട്ട് വളരെ ഉപകരിക്കുന്നതാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു സംഭവം, ഇല്ലെങ്കിൽ നമുക്ക് തന്നെ സംഭവിച്ച ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് നമ്മൾ ജേണൽ എഴുതി തുടങ്ങി എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ജേണൽ എഴുതി തുടങ്ങിയത് കഴിഞ്ഞ വർഷം മെയ് 6 തൊട്ടാണ്. അതിന് ശേഷമാണ് നമുക്ക് ഈ കണ്ട മാറ്റങ്ങൾ അത്രയും സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ജേണൽ എഴുതിയില്ലായിരുന്നു എങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഇന്നും എത്തിച്ചേരുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ദാറ്റ് ജേണൽ എഴുതാത്ത വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, എത്ര വർഷത്തെ ട്രേഡർ ആയിക്കോട്ടെ നിങ്ങൾ, പക്ഷേ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ജേണൽ അത്യന്താപേക്ഷിതമാണ്. ഇന്ന് തന്നെ എഴുതി തുടങ്ങുക. പിന്നെ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു ദിവസം ഒരു ട്രേഡ് മാത്രം എടുക്കുക എന്നുള്ളത്. ഇപ്പം നിങ്ങൾ കഴിഞ്ഞ 200 ഡേയ്സ് നമ്മളിവിടെ ട്രേഡ് ടോട്ടൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ നമ്മളുടെ നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നെങ്കിൽ പോലും ആ പ്രോഫിറ്റ് വളരെ ചെറിയ പ്രോഫിറ്റായിരുന്നു. അതായത് 316 രൂപയെ നമുക്കിവിടെ പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വിൻ റേഷ്യോ ഇവിടെ നമ്മൾ എടുത്തിട്ടുമില്ല. കാരണം വേറൊന്നുമല്ല, അത് നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ ഓവർ ട്രേഡൊക്കെ ചെയ്യുമ്പോൾ വിൻ റേഷ്യോ ഒന്നും നമുക്ക് അങ്ങനെ കറക്റ്റായിട്ട് കണക്ക് കൂട്ടാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും നമ്മളിവിടെ കാൽക്കുലേറ്റും ചെയ്തിട്ടില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത്ര ചെറിയ പ്രോഫിറ്റിലേക്ക് നമ്മൾ ചുരുങ്ങിപ്പോയിരുന്നു എങ്കിൽ, അതായത് 197 ദിവസം ട്രേഡ് ചെയ്തപ്പോൾ ഇത്രയും ചെറിയ പ്രോഫിറ്റ്, അപ്പോൾ ചാർജസും കൂടെ വരുമ്പോൾ നെറ്റ് ലോസിലാണുള്ളത്. മനസ്സിലായല്ലോ. എന്നാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 48 ദിവസം നമ്മളായിട്ടുള്ളൂ. നമ്മൾ ഓൾറെഡി ഏകദേശം ഒരു 20%-ഓളം ഇല്ല 25%-അടുത്ത് പ്രോഫിറ്റിലാണുള്ളത്. അപ്പോൾ ഇത്രയും പ്രോഫിറ്റ് നമുക്കിവിടെ ഈ കുറഞ്ഞ സമയം കൊണ്ട് കിട്ടിയതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, സ്ട്രിക്റ്റായിട്ട് നമ്മൾ ഒരു ദിവസം ഒരു ട്രേഡ് എന്നുള്ളത് ഫോളോ ചെയ്യുവാണ്. ഒരു ദിവസം 2, 3, 4 ട്രേഡൊക്കെ എടുക്കാം, അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ എത്ര കൂടുതൽ ട്രേഡ് ചെയ്യുന്നോ നിങ്ങൾ അത്രയും ലോസ് കൂടുതലുണ്ടാക്കും എന്നല്ലാതെ നിങ്ങൾക്ക് പ്രോഫിറ്റിലേക്ക് വരാനുള്ള സാധ്യത വളരെയധികം കുറയുകയാണ്. കാരണം നിങ്ങളുടെ ചാർജസ് നന്നായിട്ട് കൂടുന്നുണ്ടാവും. ഇത് ഈ പറഞ്ഞ കണക്കുകളിലൊന്നും നമ്മൾ കൗണ്ട് ചെയ്യപ്പെടാനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ രാഹുൽ ദ്രാവിഡൊക്കെ സെഞ്ചുറി അടിക്കുന്ന പോലെയാണ്, അറിയത്തില്ല, നമ്മുടെ കയ്യിൽ നിന്ന് ചോർന്നങ്ങ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ അങ്ങനെ ചോർച്ച സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യേണ്ട 2 കാര്യങ്ങളാണ്. 1 ജേണൽ എഴുതുക, 2 ഒരു ദിവസം ഒരു ട്രേഡിൽ കൂടുതൽ എടുക്കാതിരിക്കുക. പിന്നെ റിസ്ക് റിവാർഡ് എടുക്കുമ്പോഴൊക്കെ 1:2 മിനിമം എടുത്തുകൊണ്ടിരിക്കുക. ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് ഡിസിപ്ലിനായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരു മനുഷ്യനും ഒരു 3-4 വർഷം കൊണ്ട് നല്ല രീതിയിൽ ഉള്ളൊരു മാറ്റം ട്രേഡിങ്ങിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തുടർച്ചയായി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളായിക്കോട്ടെ, നിങ്ങൾ പുതിയ ആളായിക്കോട്ടെ, നമ്മളുടെ ഈ എഫർട്ടിന് നിങ്ങളുടെ ഒരു ലൈക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ അതുപോലെയുള്ള ഇത് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.